നമസ്കാരം. 12 രാശികളിലുള്ള ചില നക്ഷത്രക്കാർക്ക് ശനിയും വ്യാഴവും അനുഗ്രഹം ചൊരിയുന്നു എന്നതാണ് വാസ്തവം. ദീർഘകാലം തന്നെ ഒരേ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് പൊതുവെ ശനിയും വ്യാഴവും. അതുകൊണ്ട് തന്നെ ഈ കടാക്ഷങ്ങൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായ നക്ഷത്രക്കാർക്ക് അത് നീണ്ട കാലയളവിൽ ലഭിക്കുന്നതായ കടാക്ഷങ്ങളാണ് അഥവാ അനുഗ്രഹങ്ങളാകുന്നു. അതിനാൽ തന്നെ നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും. സർവ്വ ഐശ്വര്യങ്ങൾ തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വ്യാഴം നൽകുക. ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക. വ്യാഴം ഇപ്പോൾ ഇടവം രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 2025 മെയ് മാസത്തോടെ വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹം തന്നെയാണ് ശനി. ശനിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2.5 വർഷക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക. ഇപ്പോൾ ശനി കുംഭം രാശിയിൽ മൂലത്രികോണ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുന്നതാകുന്നു. എന്നാൽ 2025 മാർച്ച് 23 വരെ ശനി കുംഭം രാശിയിലാണ് സ്ഥിതി ചെയ്യുക. കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നതുമാകുന്നു. ശനിയുടെ കടാക്ഷം അനുഗ്രഹം ലഭിക്കുന്നതും വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്നതുമായ ചില രാശിക്കാരുണ്ട്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇരു ഗ്രഹങ്ങളുടെയും അനുഗ്രഹം കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച, സൗഭാഗ്യങ്ങൾ നേടാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടക്കൂറാകുന്നു. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് നിസ്സംശയം പറയാം. കാരണം കുംഭം രാശിയിൽ മൂലത്രികോണ രാശിയിൽ പൂർണ്ണ തൃപ്തനായി തന്നെ നിൽക്കുകയാണ് ശനി. മേടം രാശിക്കാർക്ക് കുംഭം രാശി 11ാം ഭാവം കൂടിയാണ്. അതിനാൽ തന്നെ ഈ സമയം സർവ്വവിധ ഐശ്വര്യങ്ങളും ഉയർച്ചയും ലാഭവും പ്രദാനം ചെയ്യുന്ന അവസ്ഥയാണ് എന്ന് നിസ്സംശയം പറയാം. കൂടാതെ ഈ സമയം എന്നാൽ ശനി ശുഭസ്ഥാനത്താണ് എങ്കിൽ സർവകാര്യ വിജയങ്ങളും ചില അത്ഭുതകരമായ നേട്ടങ്ങളുമാണ് വന്നു ചേരുക. അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം. പല കാര്യങ്ങളിലും ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം വാഹന ലാഭം അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ, മാറ്റി വാങ്ങുവാനുള്ള അവസരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഭക്ഷണം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ഗൃഹലാഭം അഥവാ ഗൃഹം വാങ്ങുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വീട് പണി, അത്തരം കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ധനവരവ് പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നു. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുന്നു തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ, അതായത് അത്തരം കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ, ശുഭകരമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. രോഗദുരിതങ്ങൾ കുറയുന്നതായ സമയം സർവ്വവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അത്തരത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. രാജകീയമായ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. സുഖഭോഗങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലം തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ ധനം ഒന്നിൽ കൂടുതൽ സ്രോതസ്സുകളിൽ നിന്നും വരുന്നതോടൊപ്പം
നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഇത്തരത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സന്ദർഭമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഏതെങ്കിലും വ്യക്തികളുമായി ബന്ധപ്പെട്ട വാക്തർക്കങ്ങൾക്ക് മുതിരരുത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ അതൊരു കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. ഇത്തരത്തിൽ പൊതുവിൽ അനുകൂലമാണ് നിങ്ങൾക്ക് ഈ സമയം. രാശിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഭാഗ്യാധിപനായ വ്യാഴം 2-ലാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയം. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ് എങ്കിലും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ ശുഭകരമായ ഫലങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വീട്, വാഹനം, വസ്തു തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സമയം. പ്രതീക്ഷിക്കാതെ തന്നെ ധനപരവ് നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നു, എന്നിരുന്നാൽ പോലും അവ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ, സുഖഭോഗങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന, അനുഭവിക്കാൻ യോഗമുള്ള ഒരു സമയം തന്നെയാണ് ഇത്. ആഗ്രഹിക്കുന്നതായ ഭക്ഷണം ലഭിച്ചു എന്ന് വരാം. കൂടാതെ വിവാഹം വളരെ കാലമായി നടക്കാതിരിക്കുന്ന വ്യക്തികൾക്ക്, അത്തരത്തിൽ ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി എന്ന് വരാം. അനുകൂലമായ ചില ബന്ധങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന സമയം എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ തന്നെ പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, അഥവാ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അനാവശ്യമായ വാക്തർക്കങ്ങൾക്ക് മുതിരാതിരിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ വന്നു ചേരുന്ന ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ തട്ടിത്തെറിപ്പിക്കും. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. ചിന്തിക്കാതെ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്.